ഹായ് മക്കളെ, സൈലത്തിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കെമിസ്ട്രിയിലെ കോക്രോ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്താണ് ഈ കോക്രോ അല്ലെ? എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കെമിസ്ട്രിയിൽ എന്തിനാണ് ഒരു തവളേന്റെ ചിത്രം? ഇനിയിപ്പോ സബ്ജക്ട് മാറിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സബ്ജക്ട് മാറിയിട്ടൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പൊ എന്താണ് കെമിസ്ട്രിയിലെ കോക്രോ? എന്താണ് കെമിസ്ട്രിയിലെ കോക്രോ? മക്കളെ ഒന്നുമില്ല. കോ ഫോർ എന്താണ്? കോ ഫോർ എന്താണെന്നറിയോ? കോ ഫോർ കോപ്പർ. ആരാണ്? കോപ്പർ അല്ലെ? എന്താണ് ക്രോ? ദാറ്റ് ഈസ് ക്രോമിയം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ അല്ലെ, പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസം ചെയ്ത് കൊടുക്കാനുണ്ടാവും. കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ക്രോമിയത്തിന്റെയും അതേപോലെ തന്നെ കോപ്പറിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി കൊടുക്കാൻ പറയും. അപ്പൊ അതിൽ പാലിക്കേണ്ട ചിട്ടകൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി എന്താ പോകുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. മക്കളെ, ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ കൂടെ പഠിച്ചു വെക്കാം അല്ലെ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര മക്കളെ? ഏതാണ്? ദാറ്റ് ഈസ് 24 അല്ലെങ്കിൽ 24 ആണ് അതിന്റെ എന്ത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഒരു കുട്ടി ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാ മക്കളെ എഴുതാ? 1s2 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 1s2 2s2 2p6 3s2 3p6 അല്ലെ. 3p കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ്, ദാറ്റ് ഈസ് 4s2 ഉള്ളില് ആരെഴുതാ? ദാൻ 3d4 എന്നാണ് നമ്മൾ സാധാരണ എഴുതി പോവുക അല്ലെ. എന്റെ മക്കൾക്ക് അറിയാം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? പ്രശ്നക്കാരൻ ഇയാൾ തന്നെയാണ് അല്ലെ. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും D4 നമ്മൾ എഴുതാൻ പാടുള്ളതല്ല അല്ലെ. ഡി സബ്ഷലിന്റെ അകത്ത് ഒന്നുകിൽ 10 അല്ലെ, ഒന്നുകിൽ D10 വരണം, അല്ലെങ്കിൽ അതിന്റെ പകുതി 5 വരണം അല്ലെ. അതിനൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഒരു വർത്തനൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് D10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ D5 ഹാഫ് ഫിൽഡ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ മക്കൾ ഇത്രയും മനസ്സിലാക്കണം, ഇത് കണ്ടുപേടിക്കൊന്നും വേണ്ട. അതായത് D4 വന്നാൽ നിങ്ങൾ എന്താക്കുക? D5 ആക്കുക. ഓക്കെ, ഇനി D9 എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അത് D10ലേക്ക് മാറ്റുക. ഇതിപ്പോ എങ്ങനെ മാറ്റുന്നതായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ മക്കളെ, അതായത് ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അല്ലെ, അതിൽ 1 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ 2 കോയിമുട്ട ഉണ്ട്, അതിൽ ഒരു കോയിമുട്ട എടുത്ത് ആർക്ക് കൊടുക്കുക? ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ 4 കോയിമുട്ട ഉള്ളിടത്തിൽ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് ഉള്ളിടത്തിൽ ഇവിടെ എത്രയായി? 5 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺസിൽ നിന്ന് 1 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുക 3d5 ആണ് അല്ലേ മക്കളെ? യെസ്. അപ്പുറത്ത് 4s1 ആയിരിക്കും. ഒരു കാരണവശാലും മക്കൾ മറന്നു പോരുത്, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാനിക്കുന്നത് 3d5ലും അതേപോലെ തന്നെ 4s1ലും ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത് അതേപോലെ കണ്ട് എഴുതാം. 1s2 2s2 2p6 3s2 3p6 എടാ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, മറന്നു പോരുത്. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം? D4 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റണം? D5ലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മാറ്റിയത്? തൊട്ടപ്പുറത്തുള്ള S സബ്ഷലിന്റെ അകത്തുനിന്ന് 1 ഇലക്ട്രോൺസ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് 4 ഉള്ള സ്ഥലത്ത് എന്താക്കുക? 5 ആക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കേണ്ട സാധനം. അപ്പൊ മറന്നു പോരുത്, 1s2 2s2 2p6 3s2 3p6 4s1 and 3d5 കിട്ടില്ല മക്കളെ. അപ്പൊ ഒന്നാമത്തെ ആളെ നമ്മള് മെരുക്കി കേട്ടോ. 1-2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് സബ്ഷനിൽ എടുത്തിട്ടും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ നമുക്ക് പൊക്കിയെടുക്കാം. ആരാണ് മക്കളെ? യെസ്, അടുത്ത ആള് ആരാണ്? കോപ്പർ ആണ് അടുത്ത കഥാനായകൻ അല്ലെ. ഇതേ അവസ്ഥ തന്നെയാണ് ആർക്കും വരുന്നത്? ക്രോമിയത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് എവിടേക്കും വരുന്നത്? കോപ്പറിന് വരുന്നത്. സാധാരണ ഒരു കുട്ടിയെ അറിഞ്ഞൂടാത്ത ഒരു കുട്ടിയെ, അറിഞ്ഞൂടാത്തവരാണ് കേട്ടോ, അറിയുന്നവരല്ല. ഓക്കെ,
1s2 2s2 ഒരു പാട്ടും പാടി ഓ 2s2 2p6 3s2 3p6 ഇതിന് ലാസ്റ്റ് കൊണ്ടുവച്ചിട്ട് 4s2 ആൻഡ് 3d9 എന്ന് കൂടെ എഴുതി വെക്കും അല്ലെ. നോക്കൂ 2 2 4 10 12 18 20 29 അല്ലെ. ഇതിൽ ചാടിക്കറി ഞങ്ങൾ എഴുതിയ ശരിയാന്ന് പറഞ്ഞ് കളിക്കും അല്ലെ. അച്ഛൻ ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞത് മക്കളെ? സാധാരണയായിട്ട് നമ്മൾ D9 കണ്ടു കഴിഞ്ഞാൽ അപ്പട്ടോളം അത് തെറ്റാണ് അല്ലെ. D9 എന്താക്കി മാറ്റണം? D10 ആക്കി മാറ്റണം എന്ന് സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ഇത് തെറ്റൂല അല്ലെ. D9 എന്താക്കി മാറ്റുക? D10 ആക്കി മാറ്റുക. എങ്ങനെ മാറ്റും? എങ്ങനെയാണ് നമ്മളിത് മാറ്റുക? അപ്പുറത്തുള്ള ഒരു ഇലക്ട്രോൺസ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. നേരത്തെ അതേ പരിപാടി തന്നെ കേട്ടോ. അപ്പൊ എന്ത് വരും മക്കളെ? ഇവിടെ 3d10 ആവും അല്ലെ. ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുത്താൽ ഇവിടെ 3d10ഉം അപ്പുറത്ത് 4s1 ആയിട്ട് മാറും. റെഡിയാണല്ലോ? യെസ്. നേരത്തെ അതേ കലാപരിപാടി. ഏറ്റവും ലാസ്റ്റ് ഉള്ള ആളിൽ നിന്ന് ഒരു ഇലക്ട്രോൺസും കൂടി കൊടുക്കുക. ഓക്കെ. അപ്പൊ ബാക്കി ഇങ്ങനെയാണ് വരിക. 3d10ഉം 4s1ഉം. ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാം. 1s2 2s2 2p6 3s2 and 3p6 4s1 and 3d10. എടാ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കുന്നത്. ഇത് തെറ്റാണ്. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? നേരത്തെ ഇതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാണ്. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അതായത് D4 D5 ആക്കുക. അതേപോലെ തന്നെ D9 D10 ആക്കി മാറ്റുക കേട്ടോ. ഇതിൽ മാത്രമേ സബ്ഷെല്ലിന് എന്ത് ചെയ്യാൻ പറ്റൂ? സ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ മറന്നു വരുത്. അതേപോലെ തന്നെ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കുക 24 ആൻഡ് കോപ്പറിന്റെ 29 ആണ് കേട്ടോ. 100ൽ 1000% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേട്ടോ. അത് ഏത് രീതിയിൽ വേണം നമുക്ക് ചോദിക്കാം. അപ്പൊ ഇത് മക്കള് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. വെറുതെ പഠിച്ചാൽ പോരാ, അത് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. എഴുതി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് കൃത്യം 7:30 നമ്മളെ ഒരു ലൈവ് വരുന്നുണ്ട് അല്ലെ. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഭാഗം അല്ലെ. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി റിവൈസ് ചെയ്ത് വരണം. എന്നിട്ട് ഇന്ന് കൃത്യം 7:30 Xylem SSLC ലൈവിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരത്തെ എത്തുമെന്ന് എനിക്കറിയാം. നിങ്ങളെ കൂട്ടുകാരന്മാരെ അതുപോലെ തന്നെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു വരിക. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് അടിച്ചു വിളിക്കാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.